എന്താ ബജറ്റ് തന്നെയാണ് സാധാരണ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ധന വില കുറയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ, എന്തിന് വില കുറയും വില കൂടും നോക്കുന്നുണ്ട്. കുറച്ച് മനുഷ്യർ ജനങ്ങൾ പ്രതികരിക്കുന്നു. അവർക്ക് മാത്രമല്ല, ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ജനങ്ങൾക്ക് ഈ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മൾ ക്യാമറ അങ്ങോട്ട് പിടിക്കുക. രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആ പെട്ടിക്കുള്ളിൽ കരുതി വെച്ചിട്ടുണ്ടാകുക? സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഏതെങ്കിലും വാർത്ത, ശുഭകരമായ വാർത്ത അതിലുണ്ടാകുമോ? പ്രത്യേകിച്ച് ഇന്ധന വില വർധന അത് കുറയ്ക്കുമോ? എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട്ടെ സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇന്ധന വിലവർധനവ് കുറയ്ക്കുകയാണെങ്കിലും കൂട്ടുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. നമുക്ക് അവരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓടിയെന്നാൽ ആപ്പാട് കിട്ടുന്ന നിശ്ചയമായ ഒരു തുച്ഛമായ വരുമാനമുള്ളത്. ഈ കിടക്കുന്ന ഈ നന്നാക്കണ വഴിപ്പണിയാണ്. അതിൻ്റെ ഒരു പാഴ്സിന് ഈ ഒരു സാധനത്തിന് 2 എണ്ണത്ത് 280 രൂപ അങ്ങോട്ട് കൊടുക്കണം. 3 സൈഡ് മാറുമ്പോൾ രൂപ എത്രയും. ഏത് സർക്കാർ കയറിയെന്നാലും ഈ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തൊക്കെ കയറണത്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി പറയണ്ടായി, കേന്ദ്രമന്ത്രി പറയണ്ടായി വില കുറയ്ക്കുമെന്ന്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം പിന്നീട് അറിയാം. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയുന്നതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഇന്ധന വില കുറയണതാണ് നമുക്ക് നല്ലത്. കാര്യം ഇപ്പോൾ ഉള്ള ഇന്ധന വില വെച്ചിട്ട് പാടാണ്. കാര്യം ഇത്രയും രൂപ 107 രൂപ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിൽ 109 രൂപ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു റേറ്റ് വെച്ചിട്ട് ഇന്ധന വില ബേസ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെയും വിലയും എല്ലാം മാറുന്നതും. അപ്പം അതിനൊരു കുറവ് വരണം പ്രതീക്ഷിക്കുന്നു. യാതൊരു പ്രതീക്ഷയില്ല. കൂടുക എന്നുള്ള പേടിച്ച് മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ 100 ചില്ലാൻ രൂപ ഇപ്പം തന്നെ കണ്ടറിയാമല്ലോ. 150 രൂപയ്ക്ക് അടിച്ചാൽ 1.5 ലിറ്റർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കുറയും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ എന്തെങ്കിലും ആയിട്ട് 4-5 രൂപ കുറഞ്ഞാൽ 2 മാസത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടാവും. കേന്ദ്രത്തിൽ നിന്ന് കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നാളെ ഇത് കഴിയുമ്പോഴത്തേക്കിനും അറിയാം എന്താണെന്നുള്ളത്. കൂടുകയാണെങ്കിൽ അതിനെതിരെ എല്ലാവരും, പൊതുവെ എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്.